പോത്തിറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്നത് അങ്ങ് കറി വെക്കാൻ എടുക്കുവാണേ. കയ്യോടെ അങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഇതിവിടെ ഞാൻ മാത്രമേ കൂട്ടൂ, മോള് കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കറി വെച്ചിട്ട് കുറച്ചുകൊണ്ട് വീട്ടിലും കൊടുക്കാമെന്ന്. കുറച്ച് നെയ്യൊക്കെ ഉള്ള പോത്താണേ. കറി വെക്കുമ്പോൾ ഒരു ഇച്ചിരി നെയ്യൊക്കെ ഇടുന്നത് എനിക്കിഷ്ടം കേട്ടോ. അത്ര നല്ലതൊന്നുമല്ല, എന്നാലും ഞാൻ ഇച്ചിരി ഇടുവേ. അങ്ങനെ അതൊന്ന് അരിഞ്ഞെടുക്കുവാണേ. ഇവിടുത്തെ എൻ്റെ കൊരണ്ടി ഒടിഞ്ഞു പോയ കാരണം താഴെ വെച്ച് അരിയാനും പറ്റത്തില്ല. എനിക്കാണെങ്കിൽ കട്ടിമ്പൊടി അരിഞ്ഞ് വലിയ വശമില്ല കേട്ടോ. ഒരു വിധത്തിൽ ഞാൻ അരിഞ്ഞെടുത്ത് കട്ടിമ്പോട് ഒരു വശത്തോട്ടും ഞാനൊരു വശത്തോട്ടും പോകുമായിരുന്നേ. അങ്ങനെ കുറേ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അതിൽ കേട്ടോ. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്ത് ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും തേങ്ങാക്കൊത്തും കരിയാപ്പിലയും വെളിച്ചെണ്ണയും കുറച്ച് മീറ്റ് മസാലയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരിത്തിരി വിനാഗിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറി വെച്ച് വേവിക്കുന്നുണ്ട്. ഇത് സത്യത്തിൽ കുക്കറി വെക്കേണ്ട ഒരു കാര്യമില്ല, പെട്ടെന്ന് വേവുന്ന കേട്ടോ. പക്ഷേ എനിക്കിവിടെ അടുപ്പിൽ വെക്കാൻ വിറകില്ല. എൻ്റെ വിറകെല്ലാം തീർന്നു പോയ കാരണം ഞാൻ കുക്കറിൽ തന്നെ അങ്ങ് വെക്കാമെന്ന് വെച്ചേ. അങ്ങനെ അതെല്ലാം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് കൊച്ചുള്ളി ഇട്ടാണ് വെക്കുന്നത്. ഈ കൊച്ചുള്ളി മാത്രം ഇട്ട് ബീഫ് വെക്കുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് കൊച്ചുള്ളി മാത്രം ഇട്ട് വെക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ കൊച്ചുള്ളി എല്ലാം അരിഞ്ഞെടുത്ത് വഴറ്റി ബീഫ് അങ്ങ് അടുപ്പിലോട്ട് കുറച്ച് മാങ്ങയും തൈരൊക്കെ ഒഴിച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചേ. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മാങ്ങാക്കറിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ കേട്ടോ. അപ്പോൾ മീനൊന്നും ഇല്ലെങ്കിലും അവളത് കഴിച്ചോളും. ഇന്നിപ്പോൾ മീനൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു മാങ്ങാക്കറിയൊക്കെ വെച്ച് നല്ലൊരു പാവയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ചു കേട്ടോ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ ബീഫ് കറി ദേ ഒരു സൈഡിൽ കൂടെ റെഡി ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും വെന്തു. അങ്ങനെ ഞങ്ങളൊരു പപ്പടമൊക്കെ പൊളിച്ച് ചോറ് കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.